ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഡേറ്റിലെ സമയത്ത് നമുക്ക് ശിവഗിരി പോയി തൊഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ ഫ്ലൈയിങ് കിസ്സും വെച്ച് രണ്ടുപേരോടെ സംസാരിച്ച് കയറിയിരിക്കുന്നുണ്ട്. ഞാൻ വരുന്നേ ഉള്ളൂ. എനിക്ക് രാവിലെ എണീറ്റപ്പോഴേ നല്ല വിശപ്പായിരുന്നു കേട്ടോ. പോയ വഴിക്ക് ആദ്യം കയറി നമ്മൾ അങ്കമാലിയിൽ നിന്ന് തട്ടിയിട്ടാണ് നേരെ ട്രിവാൻഡ്രം പിടിച്ചത്. നേരെ ശിവഗിരി മഠമൊക്കെ ഒന്ന് കയറി തൊഴുത് പിങ്കു ഉണ്ടായി കഴിഞ്ഞ് പിങ്കുവിനെ ഒന്ന് തൊഴിക്കാന്നുണ്ട്. പക്ഷെ കൊണ്ടുപോയൊന്നും ഇല്ലായിരുന്നു. അതും അല്ലറ ചില്ലറ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നേരെ അവിടെ വന്നു റൂം എടുത്തു. നേരെ തലേദിവസം വിളിച്ച് പറഞ്ഞുകൊണ്ട് റൂമിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. സുഖമായിട്ട് കിട്ടി. ഇത് സ്ഥിരം ഫാഷൻ ഷോ, നിങ്ങൾക്കറിയാമല്ലോ. റൂമിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ആ കണ്ണാടിക്കകത്ത് നോക്കി ഒരു അരമണിക്കൂർ നിന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കൊരു മനസമാധാനം ഉണ്ടാകില്ല. രാവിലെ ഞങ്ങൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ അമ്പലത്തിനോട് ചെന്നു. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. തീർത്ഥാടന സമയത്ത് വരുമ്പോൾ എന്തോ തിരക്ക്. പക്ഷെ ഒരു വല്ലാത്ത ആംബിയൻസാണ് കേട്ടോ. നല്ല വെള്ള മണൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കു ഈ കാർട്ടൂണിനകത്ത് എപ്പോഴും നന്ദിയെ കാണാറുണ്ട്. അങ്ങനെ നന്ദിയെ കണ്ടപ്പോൾ നന്ദിയോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് നേരെ ഗുരുദേവനോട് ശാരദാമൃത്തി വന്നൊരു പൂജയൊക്കെ കഴിപ്പിച്ച് മേളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് ഗുരുദേവൻ്റെ കുറേ തത്വങ്ങളും അതും ഇതൊക്കെ വായിച്ച് നമ്മൾ പതുക്കെ നടന്നു. പണ്ട് ഗുരുദേവൻ ഉപയോഗിച്ച റിഷ, അതുപോലെ കട്ടിൽ, ഇതൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കാണിച്ചു. പിങ്കുവിനോടൊരു അപ്പൂപ്പനെ കൂട്ട് കിട്ടി. ആ അപ്പൂപ്പൻ്റെ പുറകെ ഓടുന്ന കേട്ടോ. ആ അപ്പൂപ്പനാണ് കയറി പോകുന്നത്. പുള്ളിയായിട്ട് നല്ല കമ്പനിയായി. പിന്നെ കയറിയൊക്കെ പോയി. ഇതുണ്ടോ നമ്മുടെ മറ്റേ പുലിവാൽ കല്യാണത്തിനകത്ത് കാവ്യമാധവം കാണിക്കുന്ന പോലെ തുണി കൊടുത്തിട്ട് വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ വെള്ളം 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 എന്ന് പറയുന്ന പോലെ നമ്മുടെ 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 ആരാ മറ്റേ പുള്ളിക്കാരനല്ലേ, നമ്മുടെ കോഴിക്കോടുകാരന് ചെറിയ സ്പാനറിങ് എടുത്തതെന്ന് പറയുന്ന പുള്ളിക്കാരനല്ലേ, പുള്ളിക്കാരനെ പോലെ തുണിയും പൊക്കി പിടിച്ചാൽ നടക്കൽ. മഠത്തിൻ്റെ അടച്ച് നിന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് അതിനകത്തു നിന്നും എടുക്കാൻ ഗുരുദേവൻ്റെ അടക്കൽ പൂജയൊക്കെ കഴിഞ്ഞ് പതുക്കെ ശിവഗിരി അങ്ങ് വിട്ടു ഉച്ചയായപ്പം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കൊല്ലംകാരനാണ്. അവിടെ തൃശ്ശൂർ നേരത്തെ ഉണ്ടായിരുന്നു. അവനൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രം തൊഴാൻ നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അബി എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അവൻ തന്നെ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5:30 കയറാമെന്ന് പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് പടച്ചാണ്. പോയ വഴിക്കിടയ്ക്ക് സ്നാക്സൊക്കെ കഴിച്ച് ഇത് എന്തൊക്കെയോ കോട്ടയാണ്. ഈ പോയ റൂട്ട് നല്ല രസമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ സൈഡാണ്. ഒരു സൈഡ് ഫുള്ള് കടൽ, ഒരു സൈഡ് ഇപ്പുറത്ത് മറ്റേ വള്ളം കയറി വരുന്നത് കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമില്ലേ, അതുപോലത്തെ സെറ്റപ്പാണ് ഇത്. ഈ വീട്ടുകാരെയൊക്കെ സമ്മതിക്കണം. എനിക്ക് തൊട്ട് പുറകില്ല കടൽ. ചില വീടൊക്കെ കടലെടുത്തങ്ങ് പോയിട്ടുണ്ട്. കല്ലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷെ കാര്യമില്ല. കണ്ട തൊട്ടടുത്ത് നല്ല രസമാണ്. ഈ റോഡ് വഴി പോകാൻ വേണ്ടി നല്ല രസമാണ്. രണ്ട് സൈഡും വെള്ളം. പക്ഷെ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പാടാം കേട്ടോ സൈഡ് കൊടുക്കാൻ. ഇതുണ്ട് ഗൂഗിൾ മാപ്പിനകത്ത് കണ്ടോ കടൽ കിടക്കുന്നത്. അതുപോലെ രണ്ട് സൈഡിലും വെള്ളം. നമ്മൾ പാലത്തിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പുതിയ പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് പതുക്കെ കറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് റൈഡിങ് തുടങ്ങി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരാൻ തുടങ്ങി. റെഡ് ബുള്ളൊക്കെ വാങ്ങിച്ച് കഴിച്ച് പതുക്കെ അങ്ങ് വിട്ടു ട്രിവാൻഡ്രത്തൂടെ ഇങ്ങനെ പോവുക. ട്രിവാൻഡ്രം കൊച്ചിയേക്കാളും വലിയ സിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നേരെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ വന്നു. അവിടെ മണിക്കൂറിനാണ് റോഡ് സൈഡിൽ വണ്ടി ഇടുന്നതിന് ചാർജ്. നമ്മൾ 40 രൂപയൊക്കെ കൊടുത്ത് വണ്ടി സൈഡിലിട്ട് പതുക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. മറ്റേ B നിലവറ A നിലവറയൊക്കെ ഉള്ളതുകൊണ്ട് ഫോണോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഈ കോക്ലോമിൽ കൊടുത്തിട്ട് പോകണം. പക്ഷെ അബി നമുക്ക് പടിഞ്ഞാറേ നടയിൽ കൂടെ കയറാൻ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ പോയി നടന്ന് അവിടെ പോയി തൊഴുത്